ഇതിന്റെ പ്രഥമ കാലാംശമായ ഉദ്ഘാടന സഭയിൽ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രാർത്ഥന കുമാരി ഹരിത ഹരീഷ്, സേവാഭാരതിയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിലെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് ബീജാവാഹം കുറിച്ച വ്യക്തിത്വം കൂടിയായ ഡോക്ടർ പ്രസന്നമൂർത്തി സാറ്, സേവാഭാരതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ഓരോ പ്രവർത്തകരിലും സേവാ മനോഭാവം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വിജയേട്ടൻ, ഇന്ന് ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ആരാധ്യനായ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ഹർഷവർദ്ധൻ ജിയാണ്. We are welcoming Harshvardhan ji with due respect. ഈ പരിപാടിയിൽ സേവാ സന്ദേശം നൽകിക്കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രാന്ത സംഘചാലകവും കേരളത്തിലെ ഭാരതത്തിലെ തന്നെ അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ പി വി മേനോൻ സാറാണ്. മേനോൻ സാറിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിലെ പ്രഥമ കാലാംശത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് സേവാഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു മുഴുവൻ സമയ പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് സേവാഭാരതിയുടെ കേന്ദ്ര കാര്യാലയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ സജീവേട്ടനെയും പരിപാടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം.
നമസ്കാരം. സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥന. ഹരിത. യംവൈദികാമന്ത്രദൃശപുരാണാ ഇന്ദ്രം യമം മാതരിശ്വാനമാവോ വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവയിത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ബുദ്ധസ്തധാരന്തി ബോധജനാ സശ്രീയകാരീതി ച സിഖസന്ദാ ശാസ്തേതി കേചിത് പ്രകൃതികുമാരാ സ്വാമീതി മാതീതി പിതേതി ഭക്ത്യാ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം स एक एव प्रभुर्द्वितीयः। സ്വാഗത പ്രഭാഷണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഡി വിജയൻ. ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാന സമ്മേളനത്തില് ഇന്ന് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ പ്രസന്നമൂർത്തി സാർ, ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ജി, നമ്മുടെ സേവാ സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന കേരള പ്രാന്ത് സംഘചാലക്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംഘചാലക് ആയിട്ടുള്ള മാനനീയ മേനോൻ സർ, എല്ലാവർക്കും നമസ്കാരം. ദേശീയ സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഭാരതത്തില് 1,80,000-ഓളം പദ്ധതികളും ജനോപകാരപ്രദമായിട്ടുള്ള സേവാകാര്യങ്ങളും സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തില് കേരളത്തിന്റെ സംഭാവന വളരെ വലുതാണ്. 70,000-ഓളം സേവാകാര്യങ്ങളാണ് സേവാഭാരതി കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ സംസ്ഥാന സമ്മേളനം 2021 വർഷത്തിലേക്കുള്ള പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ
വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാഗ്യവശാൽ COVID-19 നിയന്ത്രണങ്ങൾ നിലവിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാൻ വന്നു. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അതിവിപുലമായ ഒരു സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് 2021 നമ്മൾ മാറ്റിവെച്ച വിപുലമായ സമ്മേളനം തൽക്കാലം ഇന്ന് ഈ നടക്കുന്ന വെർച്വൽ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ 1972 സേവാഭാരതിയുടെ പ്രവർത്തനം ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു രജിസ്റ്റേർഡ് ബോഡിയായി തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാനും അതിന് തിരുവനന്തപുരത്തെ ഡോക്ടർമാരുടെയും അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയുമായിട്ടുള്ള ഒരു സംഘടന പങ്കാളിത്തത്തോടുകൂടി സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി സുസംഘടിതമായ സേവാഭാരതി എന്നുള്ള സംഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഡോക്ടർ പ്രസന്നമൂർത്തി സാറിനെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻജിയാണ്. അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു മന്ത്രി, ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും തന്റെ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും ഒരു ദിശ നൽകുന്ന, സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ആ മാന്യദേഹത്തെ, ആ മാന്യ വ്യക്തിത്വത്തെ ഈ സമ്മേളനത്തില് ഉദ്ഘാടനം ചെയ്യാൻ ആയിട്ട് ലഭിച്ചതില് തീർച്ചയായിട്ടും സേവാഭാരതി ധന്യരാണ്. നമ്മുടെ ഈ കുടുംബത്തില്, സേവാഭാരതിയിലെ കുടുംബത്തിൽ തന്നെ ഡോക്ടർമാരുടെ ഒരു സുശക്തമായ ഒരു സംഘടന കേരളത്തിൽ നിലവിലുണ്ട്. ആ സംഘടനയുടെ ഭാഗമാക്കും ആകാനും ഡോക്ടർ ഹർഷവർദ്ധൻജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ അദ്ദേഹം പല പ്രാവശ്യം സന്ദർശനം നടത്തിയപ്പോൾ നമ്മുടെ ബാലബാലിക സദനങ്ങളും അതേപോലെ തന്നെ സേവാഭാരതിയുടെ കാര്യാലയങ്ങളും മാന്യ ജയകുമാർജിയുമായിട്ട് അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രത്തിലെ ആരോഗ്യ വകുപ്പ്, ഫാമിലി വെൽഫെയർ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഹെൽത്ത് സയൻസ് അതിന്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. പൊതുപ്രവർത്തന രംഗത്തൊരു നല്ല നീണ്ടകാല ഒരു സേവന ചരിത്രം തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ ENT ഒരു സർജൻ, പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ ENT സർജൻ. അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ ഐഡിയോളജി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതെല്ലാം പ്രാവർത്തികമാക്കുന്ന തരത്തില് ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഈ COVID-19 മഹാമാരിയില് ലോകം മുഴുക്കെ അറിയപ്പെടുന്ന രീതിയിൽ ഭാരതത്തിൻ്റെതായ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അതിന്റെ സംഭാവന നൽകാൻ തയ്യാറാക്കി എത്തിയിരിക്കുന്ന ഡോക്ടർ ഹർഷവർദ്ധൻജിയെ ദേശീയ സേവാഭാരതിയുടെ പേരിൽ ഞാൻ ഹാർദവമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സ്വാഗതം ചെയ്യുന്നു. On behalf of Seva Bharati State Office Paris and on behalf of the whole Seva Bharati delegates who are participating in this function, I welcome Sri Harshavardhanji, Honorable Union Minister for Health, for inaugurating this function. Namaste. നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന സദസ്സില് സേവാ സന്ദേശം നൽകുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മാനനീയ പ്രാന്ത സംഘചാലകനായിട്ടുള്ള ശ്രീ PEB മേനോൻ സാറാണ്. അദ്ദേഹം സേവാഭാരതിയുടെ നമ്മുടെ ഈ പദ്ധതികൾ കേരളത്തില് രൂപപ്പെടുത്തിയെടുക്കുന്നതിലും അതേപോലെ തന്നെ ഭാരതത്തില് ഈ പ്രോജക്ട്സ് ഒക്കെ നടപ്പാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് രൂപകൽപ്പന ചെയ്ത മാന്യദേഹമാണ്. രാഷ്ട്രീയ സേവാഭാരതിയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോ എപ്പോഴും കേരളത്തിലെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന
ആദരണീയനായ പ്രാന്ത സംഘചാലക് ശ്രീ PEB മേനോൻ സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ദേശീയ സേവാ ഭാരതിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ PR സജീവനാണ്. PR സജീവനും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനേക്കാൾ ഉപരി നമ്മുടെ സംഘടനയുടെ ഏറ്റവും അടിസ്ഥാനം, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകരാണ്. നമ്മൾ നടത്തിയിട്ടുള്ള മുഖങ്ങൾ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യം, സാമാജികം, ആപത്സേവ തുടങ്ങിയ നമ്മുടെ പഞ്ചമുഖ പ്രവർത്തനങ്ങളിൽ 24 മണിക്കൂറും സദാ ജാഗരൂകരായി പ്രവർത്തനത്തിന് ഊടും പാവം നൽകുന്ന അസംഖ്യം പ്രവർത്തകരുടെ ഒരു വലിയ നിര, ദ മാൻ പവർ, അതാണ് നമ്മുടെ സേവാഭാരതിയുടെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയിൽ അണിയേറിയിട്ടുള്ള ധാരാളം യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരും നമ്മളുടെ ഒരു അസറ്റാണ്. സേവാഭാരതിയുടെ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചേർന്നിരിക്കുന്ന 3000-ൽ പരം എന്റെ സഹോദരങ്ങളായിട്ടുള്ള ആ പ്രവർത്തകർക്ക് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സേവാഭാരതിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ പ്രവർത്തകര്, ഭാരവാഹികള്, അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിന് സഹായമായിരിക്കുന്ന നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ടുള്ള എന്റെ സഹോദരങ്ങൾ എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രഭാഷണത്തിനായി ദേശീയ സേവാ ഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ K. പ്രസന്നമൂർത്തി സാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് തറയാക്കണമല്ലായിരുന്നു. സേവാഭാരതിയുടെ 2020 ആണ്ടിലെ നമ്മുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിലാണ് നാം പങ്കെടുക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുതിർന്ന പ്രവർത്തകരായ സേവാഭാരതിയുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന പ്രവർത്തകർ തന്നെ 3000-ഓളം പേർ ഈ സമ്മേളനത്തിൽ ഈ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് പ്രവർത്തകരാണെന്ന് നമുക്ക് സേവാഭാരതിക്ക് ഇപ്പോ അല്പസമയം മുമ്പ് വിജയൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സേവാഭാരതിയുടെ അസറ്റ് എന്ന് പറഞ്ഞ സേവാഭാരതി പ്രവർത്തകരാണ്. 10,000 വർക്കേഴ്സാണ്. നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടത്തുന്ന പ്രവർത്തകരാണ് നമുക്ക് സേവാഭാരതിക്ക് ഇന്ന് അസറ്റായിട്ടുള്ളത്. അവരുടെ മുഴുവൻ സമയ ശ്രദ്ധയും സേവാഭാരതി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അവസരത്തില് നമ്മളൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഉദ്ഘാടകനായ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ഹർഷവർദ്ധൻജി, നമ്മുടെ മുഖ്യ പ്രഭാഷകനും പ്രാന്ത സംഘചാലകുമായ മാന്യ PB മേനോൻ ചേട്ടൻ, നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ വിജയൻ ചേട്ടൻ, പ്രാന്ത സേവാ പ്രമുഖർ ശ്രീ ഹരിദാസ് ചേട്ടൻ, പ്രാന്ത പ്രചാരക ഹരികൃഷ്ണൻ ചേട്ടൻ, സേവാഭാരതിയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ കരൺജി, അദ്ദേഹം ഈ വീഡിയോ കോൺഫറൻസിംഗില് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ കാലവും സേവാഭാരതിക്ക് നേതൃത്വം നൽകിയിരുന്ന ശങ്കർജി, ഇന്ന് അദ്ദേഹം നമ്മുടെ ഖജാൻജിയും കൂടെയാണ്. ഏറ്റവും വലിയ ഭണ്ഡാരം അദ്ദേഹമാണ് സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടുകൂടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നിർണായകന്മാരായ ഷാജകുമാർ, സജീവൻ ചേട്ടൻ, ഇവരെ എല്ലാരും തന്നെ സേവാഭാരതിയുടെ നേതൃനിരയിൽ നിന്ന്
പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് നാം ചെറിയ നിലയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ നിലയിൽ ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമുക്ക് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട 3 വിഷയങ്ങള് കഴിഞ്ഞ കാലങ്ങളില് നാം കാഴ്ചവെച്ച പ്രവർത്തനങ്ങള്, അതിന്റെ ഇമ്പാക്ട്, സമാജത്തിൽ അതുണ്ടാക്കിയ ഇമ്പാക്ട്, അതേപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഏതെല്ലാം മേഖലയിൽ നാം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൂടുതൽ സമീപ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നേറാനായിട്ടുണ്ടോ, അക്കാര്യങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തകരും ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റിയും കൂടി ആലോചിക്കണം. അതേപോലെ തന്നെ വരും കാലങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാം, ആ കാര്യങ്ങളെ കൂടെ നാം ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പൊ ഇതിന് എടുത്തു പറയാമെങ്കിൽ ഈ സമീപകാലത്തുണ്ടായ ദുരന്തങ്ങൾ, ദേശീയ ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടല്, കൊറോണ മഹാമാരി, ഇത് സമാജത്തിൽ ഉണ്ടാക്കിയ ഈ കാലഘട്ടത്തിലാണ് രണ്ടരയോ വർഷത്തിനിടയ്ക്ക് ഭാരതത്തില്, കേരളത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വരും കാലങ്ങളിൽ കാണേണ്ടത് ഈ കൊറോണ കാലത്ത്, ഈ ദുരന്തങ്ങളുടെ കാലത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവർത്തനങ്ങള് ഏതെല്ലാം രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, ഈ കാലത്ത് നമ്മൾ എന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടാക്കി, ഇനി പോസ്റ്റ് കാലം, ഇനി വരാൻ പോകുന്ന കാലത്ത്, കൊറോണയ്ക്ക് ശേഷമുള്ള കാലത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ തരുണത്തില്, ഈ സമയത്ത് കൂടുതൽ വിചിന്തനം ചെയ്യേണ്ട വിഷയങ്ങൾ. കൊറോണയാണെങ്കിൽ, ദുരന്തങ്ങളൊക്കെ ആണെങ്കിൽ സംഭവിച്ച ദുരന്തങ്ങൾ നമ്മൾ വിലയിരുത്തി അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ നോക്കും. അത് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് സാധിക്കുന്നത്തോളം രീതിയിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കൊറോണയുടെ കാര്യമാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു ദുരിതത്തിലാണ് സമാജം മുഴുവൻ. എപ്പോഴും ആർക്കാണ് വൈറൽ ഇൻഫെക്ഷനാണ്. പണ്ട് കാലത്ത് 40 കൊല്ലം മുമ്പ് ഇതുപോലെ മറ്റൊരു വൈറൽ രോഗം പിടിപെട്ടിരുന്ന ഇൻഫ്ലുവൻസ വൈറൽ ഇൻഫെക്ഷൻ. ആ ഇൻഫ്ലുവൻസ വൈറൽ ഇൻഫെക്ഷൻ വന്ന കാലഘട്ടത്തില് ഭാരതത്തില്, കേരളത്തില് 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ടുപോയി. അത്ര രൂക്ഷമായിരുന്നു ഇൻഫ്ലുവൻസ വൈറസിന്റെ ആക്രമണം. പക്ഷെ പിൽക്കാലങ്ങളില് നാം മനസ്സിലാക്കി, രോഗം വന്നാല് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മരുന്നിനേക്കാളും മുഖ്യമായിട്ടുള്ളത് വിശ്രമമാണ്. ഇത് ആ കാലഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കി, സമാജം മനസ്സിലാക്കി. അതിന്റെ വെളിച്ചത്തില് പിൽക്കാലത്ത് ഒരു ഇൻഫ്ലുവൻസ, ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഒരു വൈറൽ പനി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വന്നാല് 2 ആഴ്ചത്തെ വിശ്രമം നിർബന്ധമായിട്ട് എടുക്കണം. വിശ്രമിക്കാൻ വിസമ്മതിച്ച പ്രവർത്തകർക്ക് പലർക്കും ജീവഹാനി സംഭവിച്ചു. പലർക്കും ഹാർട്ട് പ്രോബ്ലമും ബ്രെയിൻ പ്രോബ്ലം, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടായി. നാം മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ കൊറോണ കാലത്തും കാണുന്നത്, അതിനൊരു ശാസ്ത്രം ഇന്ത്യയിലായാലും വിദേശത്തായാലും അമേരിക്കയിലായാലും കാനഡയിലായാലും എവിടെ ആയാലും ശാസ്ത്രത്തിന് വളരാവുന്ന ഒരു പരിമിതി. നമ്മൾ ആ നിലയിൽ എത്തിയിട്ടില്ല. ഇതിനെ മരുന്ന് കൊണ്ടടക്കാനോ, ഈ വൈറൽ ഇൻഫെക്ഷനെ മരുന്ന് കൊണ്ടടക്കാനോ, അതേപോലെ വാക്സിൻ കൊടുത്ത് കൺട്രോൾ ചെയ്യാനോ ഒന്നും നോക്കുന്ന ഒരു സ്ഥിതി നമ്മൾ എത്തിയേക്കും എന്ന് മാത്രമേ ശാസ്ത്രജ്ഞർ പറയുന്നുള്ളൂ. ഡോക്ടർമാരായാലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും കേന്ദ്രമന്ത്രിമാരായാലും എല്ലാവരും അത്രേ പറയുന്നുള്ളൂ. വരും കാലങ്ങളില് നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ കിട്ടിയേക്കും, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചേക്കും, അതുകൊണ്ട് നമുക്ക് ഇതിനെ അടക്കാൻ സാധിച്ചേക്കും എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അതുവരെ നാം എന്ത് ചെയ്യണം? പരിപൂർണ വിശ്രമം, 2 ആഴ്ചത്തെ പരിപൂർണ വിശ്രമം രോഗിക്ക് കിട്ടുമെങ്കിൽ
നല്ല രീതിയിൽ ആഹാരവും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മരുന്നുകൾ, പനി വന്നാൽ പനിക്കുള്ള മരുന്ന്, ചുമ വന്നാൽ ചുമയ്ക്കുള്ള മരുന്ന്, ഇതുപോലെ ഇതിനേക്കാൾ മുഖ്യം വിശ്രമമാണ്. വിശ്രമം എടുത്തു കഴിഞ്ഞാൽ മരണ നിരക്ക് വളരെ കുറയും. വലിയ ദുരിതങ്ങൾ സമാജത്തിൽ ഉണ്ടാകില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പൊ ആ കാലത്ത്, വിശ്രമിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടിയ എല്ലാ തരത്തിലുള്ള സഹായ സേവന സഹകരണങ്ങളും സേവാഭാരതി പ്രവർത്തകര് വരും കൊല്ലങ്ങളില് കൊടുക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ പ്രവർത്തകര്. പെട്ടെന്ന് തീർന്നു പോണ ഒരു വിഷയമല്ല അത്. പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് വേണം, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ വേണം. അതുവരെ നാം നമ്മുടെ പ്രവർത്തകരെ തയ്യാറായിരിക്കും. നമ്മൾ എല്ലാ രീതിയിലുള്ള സമാജത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് വന്നെങ്കിലും ഇടയ്ക്ക് ഈ കൊറോണയുടെ വരവോടുകൂടി എന്ത് പറ്റി? പ്രവർത്തകരുടെ കൊറോണ വർക്കിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ നമ്മുടെ മറ്റ് സമാജ സേവന പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചു. അതൊരു വാസ്തവമാണ്, നമുക്ക് സംഭവിച്ചു. അപ്പൊ ആ രീതിയിൽ നമ്മൾ വരും കാലങ്ങളില് കൂടുതൽ നാള് ഈ സേവന കൊറോണ നിവാരണ പ്രവർത്തനങ്ങളില് സേവാഭാരതി പ്രവർത്തകരെ ഇടപെടേണ്ടി വരും എന്ന് നാം മുൻകൂട്ടി കാണേണ്ട ഒരു വിഷയവും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, ഏറ്റവും സമീപ ഭാവിയിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ 1045 പഞ്ചായത്തുകളും ഈ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം തന്നെ സേവാഭാരതിയുടെ ഫുൾ ഫ്ലെഡ്ജ് യൂണിറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കർത്തവ്യം. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഹരിദാസേട്ടനൊക്കെ പറയുന്ന അനുസരിച്ച് 540 യൂണിറ്റുകള് നമ്മള് 568 അദ്ദേഹം പറയുന്നത്. അത്രത്തോളം പഞ്ചായത്തുകളും നമ്മുടെ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഒരു പൂർണ്ണസജ്ജം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തി കഴിഞ്ഞു. ഈ ബാക്കിയുള്ള 400ഓളം പഞ്ചായത്തുകളിൽ വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് നടത്തിയെടുക്കും എന്നാണ് ഹരിദാസേട്ടനും വിജയചേട്ടനും ഒക്കെ അവകാശപ്പെട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന മാർച്ച് 31-ാം തീയതിക്ക് മുമ്പേ നമുക്ക് അത് നേടാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ നേടുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ സേവന പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായിട്ട് ദേശീയ സേവാഭാരതിയുടെ കേരള ഘടകം മാറുകയാണ്. ലോകം മുഴുവൻ ഗിന്നസ് ബുക്കിലൊക്കെ പേര് തരേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അനുഭവമില്ലെങ്കിലും ജനങ്ങളെ അറിയേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മള് പ്രവർത്തനങ്ങളെ പോകുമ്പോഴ് അത് ഒന്നാമത്തെ പടി മാത്രമേ ആവുന്നുള്ളൂ. പഞ്ചായത്ത് തലത്തിൽ മാത്രം എത്തിച്ചാൽ പോരാ. നമുക്ക് അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഗ്രാമാന്തരങ്ങളിലെല്ലാം എത്തണം. ഭാരതത്തിലെ ലക്ഷം ഗ്രാമങ്ങളുണ്ട്. എല്ലായിടത്തും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇതിന് ശേഷം നമ്മള് പഞ്ചായത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങണം. വരും 1-2 വർഷത്തിനകത്ത് കേരളം മുഴുവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കടലോര പ്രദേശത്തിലായാലും നമ്മുടെ ഗതികർഗ പ്രദേശങ്ങളിലായാലും സാധാരണ നാടുകളിലായാലും എല്ലാ ഇടങ്ങളിലും സേവാഭാരതി പ്രവർത്തനങ്ങൾ എത്തണം. തുടങ്ങിയ കാലത്ത് സേവാഭാരതി എന്ന് പറഞ്ഞാല് എന്നോട് തന്നെ ചോദിച്ചു, ഏത് സേവാഭാരതി കൂടെ തന്നെ ജോലിയാക്കിയെന്ന് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് സേവാഭാരതി ഏത് സേവാഭാരതി എന്ന് കേരളത്തിൽ ഒരു സൗകര്യം ചോദിക്കും. എല്ലാവർക്കും അറിയാം എത്രത്തോളം സേവന പ്രവർത്തന രംഗത്ത് ഒരു മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഘടനയാണ് സേവാഭാരതി. എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ വരും കാലങ്ങളില് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനാണ് സേവാഭാരതി ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് പച്ചപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാരതം മുഴുവൻ ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം കേരളത്തിലും എല്ലായിടങ്ങളിലും പച്ചപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് ഏകദേശം 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ
സഞ്ജയ് ഗാന്ധി എന്ന് പേരുള്ള ഒരു നേതാവുണ്ട്. അദ്ദേഹം ഇതുപോലെ ഭാരതം മുഴുവൻ പച്ചപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നല്ല പ്രവർത്തനം, അല്ല ലക്ഷ്യമുള്ള പ്രവർത്തനമായിരുന്നു. അദ്ദേഹം ഭാരതം മുഴുവൻ പച്ചപ്പ് ഉണ്ടാക്കി. പക്ഷെ കഷ്ടകാലത്തിന് വെച്ച മരങ്ങൾ മുഴുവൻ അക്കേഷ്യയും അൽപീസിയ മരങ്ങളുമായി പോയി. ആർക്കും ഒരു ഉപദ്രവമല്ലാതെ സാമാജികർക്ക് ഒരു പ്രയോജനമില്ലാത്ത മരമായി പോയി. ആ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല വൃക്ഷങ്ങൾ വയ്ക്കാനാണ് സേവാഭാരതി ഗ്രാമവൈഭവം എന്ന പ്രോജക്റ്റില് കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയ പ്രോജക്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1 കോടി ഫലവൃക്ഷ തൈകൾ വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 70 ലക്ഷത്തിലധികം തൈകൾ വെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള ഇതും കൂടി 1 കോടി എത്തിക്കാനായിട്ട് വരുന്ന അടുത്ത 2021 ജൂൺ മാസത്തിന് മുമ്പ് അത് എത്തിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നടക്കുകയും ചെയ്യും. അതേപോലെ തലചായ്ക്കാനൊരു പ്രോജക്ട് സഭാപതിന് ഏറ്റവും വലിയ പ്രോജക്റ്റുകളൊന്നാണ്. വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക, താമസിക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പോഴേ, ഉരുൾപൊട്ടലെല്ലാം വന്നപ്പോഴേ 1000-ഓളം വീടുകൾ സേവാഭാരതി പ്രവർത്തകര് വീടില്ലാത്തവർക്ക് നൽകുമെന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അതിൽ നാം ഇപ്പോൾ തന്നെ ഏകദേശം 600-ലധികം വീടുകൾ നിർമ്മിച്ച് താക്കോല് അവകാശികൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 400-ഓളം വീടുകൾ ഈ 1-2 വർഷത്തിനകത്ത് തന്നെ പൂർത്തീകരിച്ച് അതും അവകാശികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് വരും കാലങ്ങളില് നമ്മൾ ഈ പുനർജന്യ പ്രോജക്ട്, തലചായ്ക്കാനൊരു ഇടം പ്രോജക്ട്, ഇതൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൃഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളും ധനവും എനർജിയും എല്ലാം ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന. ബാക്കി വരും കാലങ്ങളില് നമുക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തന രംഗങ്ങളും കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സർവേശ്വരനായ ഭഗവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കൂടി നമ്മുടെ ഹരിദാസ് ചേട്ടൻ തുടർന്നും നമുക്ക് നേതൃത്വം നൽകാനായിട്ട് തുടർന്നും നേതൃത്വം നൽകാൻ നമുക്ക് ഉണ്ടാകും. അതേപോലെ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻജി, അദ്ദേഹം നമ്മുടെ സേവാഭാരതി പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാനായിട്ട് നമ്മോടൊപ്പം നമ്മളുള്ള ഒരാളായിട്ട് അദ്ദേഹം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകട്ടെ. അതേപോലെ ഈ ഇതിന് PV മേനോൻ ചേട്ടൻ, അദ്ദേഹം കഴിഞ്ഞ 80-ന്റെ ആദ്യ ഘട്ടങ്ങളിൽ തുടങ്ങിയിട്ട് സേവന പ്രവർത്തന രംഗത്ത്, കേരളത്തിലെ സേവന പ്രവർത്തന രംഗത്ത് സേവാഭാരതി പ്രവർത്തകർക്കും സംഘപ്രവർത്തകർക്കും എല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ട് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മേനോൻ ചേട്ടൻ, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരും നമുക്ക് ഏതായാലും വിജയത്തിലേക്ക് മുന്നേറി പോകാനായിട്ട് എല്ലാ ആൾക്കാരും മേനോൻ ചേട്ടനും ഹർഷവർദ്ധൻജിയുടെ അനുഗ്രഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. With the due respect, we invite Dr. Harshavardhanji, Honorable Minister for Health, to inaugurate this function. नमस्कार। माननीय संघ चालक जी, all the other distinguished leaders of Seva Bharati Kerala, Shri Vijayan ji, all the volunteers of Seva Bharati spread all over Kerala who are connected to this program, and all our Swayamsevaks in Kerala who are also connected with this program. Well, it's a great privileged moment for me to be part of a function in Kerala, and that too a function of our Vichar Parivar. For me, association with any activity of the Parivar
and that too in Kerala, I have considered it always a great privilege. And it's really beyond my vocabulary and linguistic abilities to describe the amount of pleasure that I derive today in being a part of this function. I am myself into the 52nd year of my association with RSS. And since childhood, everyone used to tell us that if there is one state in India where we have the best and the strongest presence of RSS, that is Kerala. So it was always a long cherished dream to once see what's happening in Kerala. So 30 years back, when I visited Kerala for the first time in the early 90s, I had visited the Sangha Karyalaya there and had expressed my desire to visit the shakhas in Kerala. And for the first time, I learned that there is a Prabhat Shakha, there is a Sayam Shakha, there is also a Ratri Shakha. And I visited all of them. And it was a great, moment of pleasure. And now, when I was just trying to understand what are the activities of Seva Bharati in Kerala, that also gave me a great sense of pride, because this is something extraordinary that our Seva Bharati volunteers and Swayamsevaks are doing in Kerala through Seva Bharati. I have a very, very strong emotional connect with Seva Bharati for two reasons. Number one, when Seva Bharati was born in Delhi in the mid 70s, then the man who worked relentlessly with utmost dedication and commitment and with a great visionary zeal was a RSS Pracharak from Karnataka, Shri Vishnu Kumarji, a first class first engineer, who in fact spearheaded the campaign to deliver a very vibrant Seva Bharati to Delhi. And Mr. Vishnu Kumar, before being the man who spearheaded Seva Bharati in Delhi, was the Mahanagar Pracharak of Kanpur, the place which is my alma mater as far as my medical education is concerned, that is the GSVM Medical College, Kanpur. And as Mahanagar Pracharak in Kanpur, he had inspired me to run a RSS Shakha even in the medical college, right from the first year, which I did continuously for almost 9 years till I finished my post-graduation there. And within no time, I could see that in an organization which was born in the mid 70s in Delhi, within a few years, Seva Bharati was running close to 1,000 projects in Delhi. And in the early 80s, when this Kerala Seva Bharati was born in 1982, even before that, Seva Bharati in Delhi got the best award for the best performance in social service by the Delhi administration, which was at that time run by the Congress party. So I had seen this growth right from its birth, and I have enjoyed this so much. The second reason for my emotional connect with Seva Bharati is because of the fact that when I entered public life in 93 and was blessed by God to
dream about a polio-free India and a polio-free Delhi. And we conceived and planned the first pulse polio immunization in Delhi on 2nd of October 1994, when India was home to 60% of the polio cases of the whole world, and we were dreaming about a polio-free India. If I can recall rightly and correctly, although 400 small and big organizations have participated in the success of the first pulse polio program in the country, but if I have to name two organizations whose contribution had been exemplary out of those 400, one was, of course, Rotary International, and the other one was Seva Bharati of Delhi, which was supported by the Seva Bharati volunteers and, of course, our Swayamsevaks. And that success of October 94, which I attribute a lot to the society and, of course, the organizations, and more particularly to our Swayamsevaks and Rotary volunteers, resulted in such a success that the whole program became a national program in 95, and it became a program of the Southeast Asia in 96. And since then, till the time India was declared a polio-free nation in 2014, certified by WHO, I know that Swayamsevaks all over the country and Seva Bharati in the slum areas has contributed immensely to the success of making India a polio-free nation. So that is precisely the reason why I have this very special emotional connect with Seva Bharati. Today, when I am addressing this state level conference of Seva Bharati volunteers in Kerala, I have a deep sense of gratitude for you on behalf of the Swayamsevaks of the whole country and the volunteers of the whole country. Because you do exemplary work, you inspire the cadres in the country, you show the path to the people of the country, those who are interested in social service and nation building. And this you do in spite of the fact that you are working under extremely difficult circumstances. Our Karyakartas and Swayamsevaks, the way they are handled and they are attacked and insulted. But in spite of that, you fight back with extreme valor, and you never dilute the path for which we have been given the greatest inspiration and values from our parent organization, Rashtriya Swayamsevak Sangh. I always consider it as the greatest blessing of my life that we as Swayamsevaks got associated with RSS, which has given us the sanskar to dedicate yourself selflessly for the cause of the motherland and for the cause of the poor, suffering humanity. And that is why there has been birth of so many organizations like the Seva Bharati in our Vichar Parivar. And when I reviewed the working of Seva Bharati Kerala, I have really no words to congratulate you. You deserve the highest applause from everybody in the country. In a small state like Kerala with so much of dense population, there is hardly any front on which you are not delivering your selfless services. When I think about health, you have team of at least 50 doctors all over the state
in almost all districts, serving humanity with all sorts of activities, whether it is health awareness for prevention or positive health or for promotive health services, whether it is medical camps, whether it is organizing ambulances, whether it is blood donation camps, etc., etc. You are working again in the field of education, and I have been told that even during COVID times, you have basically ensured that in the tribal areas, in the coastal areas, or in the areas which are where the downtrodden and the have-nots live, there also you have ensured that the people are not deprived of education. You have distributed computers, you have distributed all smartphones, you have distributed televisions, you have distributed all sorts of gadgets to ensure that even the poorest of the poor, they have access to online education. Then you are working in villages with the might that Seva Bharati has developed, even financially also with the contribution from societal help. You are instrumental in organizing self-help groups for the villagers of Kerala. And I think there also you are providing them with all sorts of information and knowledge so that they can work at a scale which is competitive for the whole of the population. When I think about social welfare, for a voluntary organization to create 1,000 houses, you see, government can create millions of houses. But for a voluntary organization like Seva Bharati, to create a rural housing scheme and then provide 1,000 houses to the poor people, and then also you are not stopping here. You have another plan to deliver another 1,000 houses by next year, March. I think it speaks volumes about your commitment. We have read in newspapers, we have seen on television, we have learned through our Swam Sevak friends in Kerala that whenever there has been a disaster in Kerala, whether it was due to cyclones or whether it was due to severe floods, where the losses have been incredible. In every national calamity, we have seen that Seva Bharati has been contributing financially also and helping the society personally also, even in those difficult terrains. The one of the innovative ideas that I learned, and I think this is probably a great example for the whole country, is your mobile crematoriums that have been created because of lack of space in Kerala. I've been told that people faced a lot of hardships if they have unfortunate deaths in their family, and then there is Seva Bharati to provide them this help through the mobile crematoriums. Like at other places in the country, in Delhi also, we have seen a lot of functions for the marriage of the poor girls, which we do the Mangal Nidhis, etc. Then the Bal Balika Kendras for the poor children. So, I know that over 2,000 children are already being helped through these Bal Balika Kendras. And then the old age homes, homes for the mentally challenged people, for the Divyangs. I think all these facilities, and you don't stop there. You are instrumental in providing drinking facilities at some of these places. There are mobile water treatment plants. I think these are all very innovative things. At the government level, we don't think that they are very big activities, but for a social organization,
like Seva Bharati with limited resources, but of course committed volunteers to be contributing in activities like this, providing uh, potable water and then water treatment plants, etc. Then, of course, for these disasters, I have been told that whether it was the train tragedy at Perumal, whether it was the tsunami disaster, floods of 2018, 2019, and during the COVID 2020 that we are at the moment witnessing. Seva Bharati Kerala has been instrumental with its very dynamic presence in all these places. And then the new, one of the latest developments is the training of almost 500 youth volunteers in all your districts, where the youth of the country, youth of Kerala, is helping people in distress, in troubled times, in disasters. And then the plan to have the presence at the panchayat level with units in all the legislative bodies at the panchayat levels with the Gram Vaibhavam campaign, which has been recently inaugurated. There are so many activities, it's very difficult to enumerate each one of them. But hats off to Kerala Swayamsevaks and Seva Bharati. You are showing the way to the rest of the country also. Although we are all blessed all over the country by the might and the vision and the sincerity and the commitment of RSS, and that gives us the energy and the drive to work relentlessly and selflessly to ensure that one day we can have a Vishwa Guru Bharat. We are at the moment privileged to have a very visionary and a dynamic leader like Mr. Narendra Modi, again our Swayamsevak, heading the nation. He has a dream which he had elaborated in 2017. And at the time of that elaboration, he said, let us imagine that we are in 1942, just 5 years away from our independence. And in 2017, he said 5 years from now, we shall be into the 75th year of our independence and having got freedom. And at that time, he said, and he appealed to all Indians to develop a dream, to blend their dream with his own dream of delivering a new India to all Indians by 2022, where we can wipe out the tears from everybody's eyes, we can bring back smile on everybody's face, we can provide adequate education and health and nutrition facilities for every child in the country, and we can restore the glory of the country by providing utmost respect to women and old people, and ensure that there is only one focus of everyone in the country, that's around nationalism and humanism. This is what he had dreamt about. And ultimately, from New India to Vishwa Guru Bharat, which we shall one day definitely achieve with the guidance and blessings of our parent organization, RSS. I strongly feel that conferences like this are occasions when we must reaffirm our faith in all these values and dream new, dream big, and see how we can realize our dreams. I shall also like to use this occasion to appeal to all the volunteers of Seva Bharati and our Swayamsevaks in Kerala to please
remember that Prime Minister has given us a clarion call for developing a movement, a Jan Andolan around reminding people all over the country about the utmost need for ensuring a COVID appropriate behavior by everyone. You know that last 10 months we have been fighting COVID. Our first meeting in the health ministry was on 8th of January. And 7 days from now, we shall be into the completing 10 months of our fight against COVID. Because of the cooperation of all the countrymen and of course officials and organizations and people like you, India has been able to achieve what others all over the world may not have achieved. We have the highest recovery rate between 91 and 92% now, and the lowest fatality rate at 1.29 now. We have you see, the highest number of tests we are doing over 1 million now. Our active cases have reduced significantly. Over 70 lakh people have recovered and gone back home. We have created the best possible facilities all over the country and of course in your state also to take care of our COVID patients. And this is the time when we all have to just give a bit of a push. If the country can ensure participation and disciplined participation of everyone in COVID appropriate behavior, I'm sure as a doctor also I can say that in few weeks we can cut down the transmission to almost negligible levels. So right now the need of the hour is to once again remind people that please do not forget this mask. Always wear this mask properly. Never forget that you have to take care of your hand hygiene. You have to take care of your respiratory etiquettes while coughing or sneezing. You have to maintain that physical distance, what the Prime Minister says, do gaj ki duri. And as far as possible, avoid gatherings. And if you have to be there for reasons which are unavoidable, maintain good social distance and ensure all these precautions there. And I'm sure that volunteers of Seva Bharati, apart from hundreds of things that we are doing, if they lead from the front in Kerala, I'm sure that things which have recently worsened in Kerala, but right now, last few days, things have started improving. Although Kerala had been performing very well in the initial months, our first few cases were in fact from Kerala, the medical students. And there was, you see, this long history, ups and downs. But now is the time when, before the vaccine arrives, along with the new year in 2021, and when we start delivering this vaccine to Indians on priority as defined by the experts and the scientific community, we want that the transmission of COVID should go down to negligible levels. That is very much possible, and that would be possible only with the support and the commitment of well-meaning organizations like yours. So once again, wishing you all good health, praying for your good health, and hoping that Seva Bharati after this particular conference will have renewed vigor and zeal and commitment and vision to ensure that you are again the guiding light for people all across the country. With these few words, I would say namaskar
and express my deepest sense of respect and gratitude to the Swayamsevaks and Seva Bharati volunteers in Kerala.